അത് കിട്ടിയതായിരിക്കാന്ന് നിങ്ങൾ ആക്ഷൻ കൗൺസിൽ അതിൽ കക്ഷി ചേർന്നിട്ടുണ്ടല്ലോ. മനസ്സിലായില്ല നിങ്ങൾക്ക്? കത്ത് കിട്ടിയതേ ആക്ഷൻ കൗൺസില് കക്ഷി ചേർന്നിട്ടുണ്ടല്ലോ, ഓൽക്കാണത് കിട്ടിയത്. അതൊക്കെ ഇവനോട് വിളിച്ചു പറഞ്ഞതാണേ. അതൊക്കെ ഇവന് ഭയങ്കര സംഭവമാണ്. നിങ്ങളെന്താ കരുതി? ഇവൻ അവിടുന്ന് നേരിട്ട് ഡയറക്റ്റായിട്ട് വിളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ കരുതിയമായിരുന്നല്ല. ഭയങ്കര പിടിപാടാവന് യമനിൽ. ബാക്കി പറയാം. അവർക്ക് കിട്ടിയതാണ്. 5 ആളുകൾക്ക് ഈ സാധനം 14 കിട്ടിയിട്ടുണ്ട്. 5 ആളിൽ ഒരാൾ ഇയാൾക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ്. 5 ആൾക്ക് കത്ത് കിട്ടി. 5 ആൾക്ക് കത്ത് കിട്ടിയിട്ട് 5 ആളിൽ ഒരാൾ അതെന്ത് ചെയ്തു? ഉസ്താദിനെ അയച്ചു കൊടുത്തു. ഇയാൾക്ക് അയച്ചു കൊടുത്തു പറയണേ ഉസ്താദിനാണ്. ഉസ്താദിനെ അയച്ചു കൊടുത്തു. അതിൽ ഒരാളെന്ത് ചെയ്തു? നൗഷാദിനെ അയച്ചു കൊടുത്തു. അങ്ങനെ അല്ലേ കാരണം, അല്ലെങ്കിൽ 5-ൽ ഒരാളായിരിക്കും നൗഷാദ്. 5-ൽ ഒരാളായിരിക്കും നൗഷാദ്. കാരണം എ പി ഉസ്താദിൻ്റെ മേലെ നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കണമല്ലോ. എ പി ഉസ്താദിൻ്റെ മേലെ നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കണം. 5 ആൾക്ക് കത്ത് കിട്ടി. പിന്നെ 5-ൽ ഒരാൾ എന്ത് ചെയ്തു? എ പി ഉസ്താദിനെ അയച്ചു കൊടുത്തു. അപ്പോൾ എ പി ഉസ്താദ് 5-ൽ പെട്ടിട്ടില്ല. എ പി ഉസ്താദിന് 5-ൽ പെട്ട ഒരാളാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ 5-ൽ പെട്ട ഒരാളാണ് ആര്? നൗഷാദ്. 5 ആൾക്ക് കിട്ടിയിൽ ഒരാൾ പെട്ട ഒരാളാണ് നൗഷാദ്. എന്തെങ്കിലും എ പി ഉസ്താദിന് മേലാവുള്ളൂ. ബാക്കി പറയാം. ഇയാൾ 15-ന് പബ്ലിസിറ്റി ചെയ്തു. വളരെ വ്യക്തം കാര്യം. വളരെ വ്യക്തമായിട്ടാണ് കാര്യം പറയണത്. വളരെ വ്യക്തമായിട്ടാണ്. 15-ന് പബ്ലിസിറ്റി ചെയ്തു. എങ്ങനെയെങ്കിലും എനിക്കിത് സ്ഥാനം കിട്ടണം. അതാണിപ്പോൾ എൻ്റെ ലക്ഷ്യം. ഏതായാലും കുറച്ചും കൂടി ഉണ്ടോ പറയട്ടെ. ബാക്കി വേറെ തൊടിയിൽ കൂടിയുണ്ട്. 14-ന് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമർ ഹഫീദുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയ വിവരമാണ് ഈ കത്ത്. അന്ന് തന്നെ അവർക്ക് കിട്ടിയത്. ദിവസം പ്രസംഗത്തിൻ്റെ കോലം മാറുന്നുണ്ടല്ലോ. അന്ന് തന്നെ അവർക്കും കിട്ടിയിരിക്കണ അറിയണ്ടേ? പിസ്താൻ അന്ന് തന്നെ കിട്ടിയിരിക്കണെന്ന്. അന്ന് തന്നെ കിട്ടീന്, അമ്മക്കും കിട്ടീനേ. മനസ്സിലാക്കണം നിങ്ങൾ. ഇവർ ഈ വാട്ടർമാർക്ക് ഇല്ലാത്ത നമ്മളെടുത്തുണ്ടല്ലോ അന്ന് തന്നെ. കേട്ടില്ല നിങ്ങൾ? അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് തന്നെ ഓനും കിട്ടിക്കണ കത്തേ. അത് ഓൻ തന്നെ പറഞ്ഞില്ലേ? നമ്മൾ വെറുതെ പറയുന്നല്ലോ. ഓൻ തന്നെ പറഞ്ഞില്ലേ? അന്ന് തന്നെ നമുക്കും കിട്ടിയിരിക്കണെന്ന്. ഓർക്ക് കൊടുത്തപ്പോൾ തന്നെ നമുക്കും കിട്ടിയിരിക്കണെന്ന്. അതല്ല, ഇനി ഓർക്ക് കൊടുക്കണതിന് മുന്നേ, കാന്തപുരസ്ഥാനം കൊടുക്കണതിന് മുന്നേ തന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ഡൗട്ട്. ഏതായാലും വല്ലാത്തൊരു മനുഷ്യന്മാരില്ലേ. സ്വന്തം മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളൊന്ന് കരഞ്ഞു കാണണം എന്ന് പണ്ട് കാരണന്മാർ ചെല്ലുണ്ട് എന്നതുപോലെയാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ഇപ്പം ലോകത്തുള്ള എല്ലാ ആളുകളും നിമിഷപ്രിയയുമായി കൊണ്ട് ചർച്ച ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ആ സാധു അവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ, അബദ്ധവശാൽ സംഭവിച്ച ഒരു സംഭവം അല്ലെങ്കിൽ കരുതി കൂട്ടിക്കൊണ്ടാണെങ്കിലും സംഭവിച്ച ഒരു സംഭവം, കുടുങ്ങിയതിൻ്റെ പേരിൽ ചെയ്ത ഒരു സംഭവം, അതിനെ ആ പെണ്ണിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ ആ വിധിയിൽ നിന്ന് മാറ്റത്തിരുത്തലുകൾ കാന്തപുരം ഉസ്താദിൻ്റെ വിളി കൊണ്ട് വന്നപ്പോൾ സുബ്ഹാനല്ലാഹ് ഇവർ എന്താ ചെയ്യണറിയോ? ആ പെണ്ണിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുക. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും തൂക്കിക്കൊല്ലണം എന്ന് ഇന്ന് ലോകത്ത് ചിന്തിക്കുന്നത് ഇവർ മാത്രമാണ്. ഈ നൗഷാദും കുരുവട്ടൂരികളായ നൗഷാദ്, കുഞ്ഞഹമ്മദ്, ഈ പമ്പേഴ്സ്, ഇവരാണ് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും തൂക്കിക്കൊല്ലണം എന്നുള്ള വിധി. എങ്ങനെയെങ്കിലും തൂക്കിക്കൊല്ലണം അതിന് വേണ്ടിക്കൊണ്ട് ഈ പിന്നെ ചെങ്ങായിൻ്റെ ഒരു ജ്യേഷ്ഠൻ ചെങ്ങായിണ്ട് ഫേസ്ബുക്കിൽ. ഓൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക? കുറിപ്പ് എഴുതിയാണ്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിക്കൊണ്ട് വിധിക്കാൻ വേണ്ടിക്കൊണ്ട് കൽപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ ആ പെണ്ണിനോടുള്ള വൈരാഗ്യമൊന്നുമല്ല. കാന്തപുരം ഉസ്താദ് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ കാന്തപുരം ഉസ്താദിൻ്റെ വാക്കാൽ എന്ത് ചെയ്യേണ്ട? നിർത്തേണ്ട, തൂക്കിക്കൊന്നളിന്ന്. കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കേണ്ട കൊന്നോളിയും എന്നെങ്കിൽ വലിയ വാദം വിജയിക്കാൻ വേണ്ടിക്കൊണ്ട്. സുബ്ഹാനല്ലാഹ്. പൊന്നാര നൗഷാദെ, ഇജാണ് ഉമർ ഹഫീദിനെ വിളിച്ചിരിക്കണേ. ഇജായിക്കോട്ടെ. അവിടുത്തെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടത് ഇജായിക്കോട്ടെ, കുരുവട്ടൂരികളായിക്കോട്ടെ. അവിടെ നിങ്ങൾ പറഞ്ഞിട്ടാണ് നൗഷാദ് വിളിച്ചിട്ടാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നിക്കണ കൂട്ടരെ അങ്ങനെ വിശ്വസിക്കുക. നൗഷാദ് പറഞ്ഞിട്ടാണ് ഉമർ ഹഫീദിനെ നൗഷാദാണ് വിളിച്ചിരിക്കണത്. അങ്ങനെ ഉമർ ഹഫീദിനെ നൗഷാദ് വിളിച്ച് അവിടെ മന്ത്രിമാരുമായി ചർച്ച ചെയ്തിട്ട് അത് റദ്ദ് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എങ്ങനെയും കൊണ്ടുവരണം. നൗഷു, ഞങ്ങൾ സമ്മതിച്ചോളടാ. ഇജാണ് വിളിച്ചിരിക്കണമെന്ന് ഞങ്ങൾ സമ്മതിച്ചോളാം. പ്ലീസ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒച്ചയും മുടി ഉണ്ടാക്കണമെന്ന് നിർത്തേ.
ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒച്ചമുടി ഉണ്ടാക്കണമെന്ന് നിർത്തി എങ്ങനെയെങ്കിലും ആ കുട്ടിയോട് നിന്ന് കഴിച്ചിലായിക്കോട്ടെ. എങ്ങനെയെങ്കിലും കഴിച്ചിലായിക്കോട്ടെ. അപ്പോൾ ഇജ്ജ് വിളിച്ചിരിക്കണ ഇജ്ജായിക്കോട്ടെ, ഞങ്ങൾ സമ്മതിച്ചു തരാം. എല്ലാവരും ഒന്ന് സമ്മതിക്കിട്ടോ. നൗഷാദാണ് വിളിച്ചിരിക്കണത്. ഉമർ തന്നെ നൗഷാദാണ് വിളിച്ചിരിക്കണത്. അവിടെ ചെന്ന് കണ്ട് കൈകാര്യം ചെയ്തിരിക്കണത് നൗഷാദാണ്. നൗഷാദിനാണ് അവിടുന്ന് കത്ത് അയച്ചു കൊടുത്തിരിക്കണത്. ഇനി മർക്കസിക്ക് കത്ത് കിട്ടിയതേ വിചാരിച്ച് നിങ്ങൾ മുണ്ടല്ലേ കത്ത് അവിടെ വെക്കി. നിങ്ങൾ കാന്തപുരസ്ഥാൻ്റെ ഓഫീസിലേക്ക് വന്നാലും ഇപ്പോൾ അവിടെ താൽക്കാലികം കത്ത് അവിടെ വെക്കി. കാരണം നൗഷാദ് ആയിക്കോട്ടെ, എന്നാലും മാണ്ടില്ല പ്ലീസ്. കാരണം എന്തിനാണെന്ന് വെച്ചാൽ ഒരു കുട്ടി ജീവിക്കുകയാണെന്ന് വെച്ചാൽ ജീവിച്ചോട്ടെ. ആ എത്രയോ കാലങ്ങളോളായി വിദേശത്ത് പോയി കുടുങ്ങിയിട്ട് അതിൻ്റെ കുടുംബത്തേക്ക് വന്നുകാണ്ട് കാണുകയാണെന്ന് വെച്ചാൽ കണ്ടോട്ടെ. നൗഷാദന്നെ ആയിക്കോട്ടെ വിളിച്ചതും പറഞ്ഞതും കാര്യങ്ങളൊക്കെ എനിക്ക് സമ്മതിച്ചു തന്ന്. ഇജായിക്കോട്ടെ. കാന്തപുരസ്ഥാവ് ഒന്നുമല്ലേ. കാന്തപുരസ്ഥാവ് വെറുതെ പേരിട്ടാൻ വേണ്ടിക്കാണ്ട് പിന്നെ ചാനലേറെ വിളിച്ചുകാണ്ട് 2 നേരം വിളിച്ചുകാണ്ട് ഒച്ചമുടി ഉണ്ടാക്കുകയാണ്. ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല, ഞങ്ങൾ സമ്മതിച്ചു തരാം. ഈ വിഷയത്തിൽ ഞങ്ങളെനിക്ക് സമ്മതിച്ചു തരാം. കാരണം എന്തിനാലും കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി എങ്ങനെയും രക്ഷപ്പെട്ടോ ചൊട്ട് വെച്ചിട്ട്. കാരണം വെച്ചാൽ ആ കുട്ടീൻ്റെ പിന്നെ മറ്റേ ചങ്ങായിൻ്റെ ഫേസ്ബുക്കിൽ പോയി കണ്ട് കണകുണ ഇതുണ്ടാക്കിക്കാണ്ട് കൊടുത്തിട്ടേ എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം നൗഷാദേ? എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം? കഴിച്ചിലാകണമെങ്കിൽ കഴിച്ചിലായിക്കോട്ടെ. നീ നന്നാകുകയാണെന്ന് വെച്ചാൽ നന്നായിക്കാണ്ട് ജീവിക്കുകയാണെന്ന് വെച്ചാൽ അതല്ലേ ഹൈറ്. എന്നിട്ട് ആ പെണ്ണിനെ കഴിച്ചിലാക്കണതിന് വേണ്ടിയിട്ട് അന്യനാട്ടിലുള്ള ഒരു പെണ്ണ് അവിടെ പോയി കൊലപാതകം ചെയ്ത് ആ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുമ്പോൾ അതുപോലെ തന്നെ അല്ലേ ഗോവിന്ദ് സ്വാമി അങ്ങനെയല്ലേ കുഞ്ഞേമ്? അതുപോലെ ഒരു കുറ്റവാളി തന്നെയല്ലേ ഗോവിന്ദ് സ്വാമി? ഓനെയും വിട്ടയക്കണം. എന്താ കൂട്ടരെ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്യുക? തലയിൽ കെട്ടിക്കാണ്ട് തൊപ്പിയും തലയിൽ കെട്ടും, താടിയും കുപ്പായം, വലിയ നീളം കുപ്പായം, വലിയൊരു മുണ്ടും ഒക്കെ ഇട്ടുകാണ്ട് മൈക്കൻ്റെ മുന്നിൽ ഇങ്ങനെ ഗുണ വർത്തമാനം പറയാം. ഇത് ഈ നാട്ടിൽ വരുമ്പോൾ നാട്ടുകാർ കേൾക്കണില്ലേ? കുറേ ഇളിമ്പിയ മൂല്യന്മാരെ അതിൻ്റെ മുന്നിൽ പോയി കുത്തിരിക്കുക. എന്നാൽ ഈ യൂട്യൂബിൽ കൂടിയും ഫേസ്ബുക്ക് കൂടിയും മറ്റുള്ളതും മഹലിലുള്ള ഉസ്താദന്മാരെയും വെറുതെയാണോ നാട്ടുകാർ പറയുന്നത്? ഇതുപോലത്തെ അന്തംഗമ്യ മൂല്യന്മാർ അതിൻ്റെ മുന്നിൽ പോയി കുത്തിരുന്ന് കൊടുത്തിട്ട് തന്നെ പറയണത്. ആൾക്കാർ പറയണത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആയതുകൊണ്ട് ദയവ് വിചാരിച്ചുകൊണ്ട് ഓന് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിച്ചിലാകാന്ന് വെച്ചാൽ കഴിച്ചിലായിക്കോട്ടെ. എന്നിട്ട് 15-ാമത്തെ രാവിലെ ഇവർ വലിയ ചർച്ചയാണ്. ആയിക്കോട്ടെ പമ്പൈസ, ദയവ് വിചാരിച്ച് ജൈമൊന്നും ഒഴിവാകേ. ഇത് വേറെ എന്തെങ്കിലും പറയണ്ടേ? ഒരുപാട് വിഷയങ്ങൾ എനിക്ക് എബിസ്ഥാനം പറയാനുണ്ടല്ലോ. അതിക്കൊക്കെയാണ് കയറിക്കൂടിന്ന്. എബിസ്ഥാനം വേറെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞുകൂടി. ഈ വിഷയം വിട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ കുട്ടി കഴിച്ചിലായിക്കോട്ടെ വെച്ചിട്ട് അല്ലാതെ കൊണ്ടിട്ടല്ല. 14-ാം തീയതി തീരുമാനമാണ്. ഈ തീരുമാനം നൗഷാദ് പറഞ്ഞത് 13-ാം തീയതി തന്നെ തീരുമാനമായിക്കണം. 14-ാം തീയതി തീരുമാനമായിക്കണം. മറ്റോ 15-ാം തീയതി പത്രസമ്മേളനം നടത്തി. എന്തൊക്കെ നിങ്ങൾ പറയണത്? ഒരു എത്തും പൊടിയില്ലാത്ത വർത്താനം പറയുന്നത്. പ്ലീസ് ആ വിഷയം ഒന്ന് ഒഴിവാക്കിയിട്ട് വേറൊന്നും വിഷയം പിടിച്ചാൽ നോക്കേ. ഈ പെണ്ണിൻ്റെ ഫാമിലിക്കറിയാം. പക്ഷേ ഭരണകൂടം അത് എപ്പോൾ വിടണമെന്നുള്ള തീരുമാനത്തിൽ അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇതുവരെ നൗഷാദ് പറഞ്ഞ 13-ാം തീയതി തന്നെ ഒരു കുടുംബത്തിന് അറിഞ്ഞിരിക്കണ്, കുടുംബത്തിന് വിവരം കൊടുത്തിരിക്കണെന്ന. ഇവൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ 14-ാം തീയതി ആണെന്ന് നിൽക്കണേ. എന്തൊരു കഷ്ടം റബ്ബേ. 15-ാം തീയതി അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വാർത്ത വിട്ടു. വാർത്ത വിട്ട ഉടനെ എന്ത് ചെയ്തു? ഇതാ ഇവർ രംഗത്ത് വന്നു. അവർ 13-ാം തീയതി അറിഞ്ഞിരിക്കണ്, 14-ാം തീയതി വാർത്ത വിട്ടു. കാന്തപുരം ഉസ്താദ് 15-ാം തീയതി പത്രസമ്മേളനം നടത്തിയ നൗഷാദ് പറയണത്. ഇവൻ പറയണത് 14-ാം തീയതി ഒരു വിട്ടു, 15-ാം തീയതി കാന്തപുരം ഉസ്താദ്, പിന്നെ 15-ാം തീയതി ഉസ്താദ് പത്രസമ്മേളനം നടത്തി എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. എന്തൊക്കെയാണ് ഈറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്? ഈ വിഷയം അറിയാത്ത വിഷയം ഒഴിവാക്കി കൂട്ടൂടെ? എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? പൊന്നാരൻ്റെ നൗഷാദേ, പമ്പൈസേ, എന്താ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോണത്? ആ കുട്ടീനെ തൂക്കിക്കൊന്നിട്ട് എന്താ നിങ്ങൾക്ക് കാര്യം? ആ കുട്ടിക്കൂല്ല കുടുംബം, ആ കുട്ടിക്കൂല്ല അമ്മ, ആ കുട്ടിക്കൂല്ല അച്ഛന്, ആ കുട്ടിക്കൂല്ല ഭർത്താവ്, ആ കുട്ടിക്കൂല്ല മകള്. അവരൊക്കെ ഒന്ന് കാണാൻ ആ കുട്ടി ഒന്ന് പോന്നോട്ട്. ആ പെണ്ണ് എന്തിനാ നിങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ വെറുതെ ഈ ലോകത്ത് ആ പെണ്ണിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിക്കൊണ്ട് തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിങ്ങളല്ലാതെ ആരാടാ? നിങ്ങളുടെ ഈ സംസാരം ഫുള്ള് ആ പെണ്ണിനെ തൂക്കിക്കൊല്ലണം എന്നുള്ളിടത്തേക്കാണല്ലോ. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്.
ഈ കോലത്തിൽ രാജ്യം നീങ്ങണത് എന്ന് പറയാം. മോചനം നേടുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർ ആയുസിൻ്റെ വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ കയ്യിൽ നിന്ന് പോയി കണ്ടപ്പോൾ നേടുന്നോല് നേടിക്കോട്ടെ എന്നായി. ആയിക്കോട്ടെ. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നാട്ടിൽ ചർച്ചയ്ക്കാരം. നമ്മൾ ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങളും സമയങ്ങളും അതിൽ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമായ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ശ്രദ്ധിക്കണം. പമ്പേഴ്സിൻ്റെ പുതിയ തമാശ എന്താല്ലേ, നമ്മളെ സമയമൊന്നും അതിൽ ചിലവഴിക്കരുത്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഒരു 15 ദിവസത്തോളമായി അതിൻ്റെ ബാക്ക് കൂടിയാണ്ട് നടക്കണ്. എന്നിട്ട് ഇപ്പോഴാണ് ഓന് നേരം വെളുത്ത്. കാരണം എന്താ, അത് എപ്പിസ്ഥാൻ്റെ വാക്കാൽ സ്വീകാര്യമായി കൊണ്ടുവന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോൾ മെല്ലെ വന്ന് മുന്തിരി പുളിച്ചു എന്നല്ലേ കൂർക്ക എന്നതുപോലെ കഴിച്ചിലായി.